സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പർ തിരൂരങ്ങാടിയിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജുമാ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് തങ്ങളാണ്. ഇന്നും ആ പള്ളിയുടെ ചുമരിൽ ശിലാഫലകമുണ്ട്. ശിലാസ്ഥാപനം നടത്തിയത് സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ പിന്നെ ഇവിടെ കലാപുണ്ടോ? ഇന്നത് പറഞ്ഞാൽ പോലും എന്തൊക്കെ നടക്കുന്നു പറയാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാരണം വലിയ മനുഷ്യന്മാർ പോയപ്പോൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഇതിനെ കുറിച്ച് പ്രയാസമുണ്ട്, പക്ഷേ ചരിത്രം സാക്ഷിയാണ്. ഏതായാലും പള്ളികൾക്ക് ശിലാഫലകം ഉണ്ടാകുന്നതും ഒരു ഭാഗ്യമായി എന്നെനിക്ക് തോന്നി ഇന്നലെ രാത്രി. കാരണം ആ ശിലാഫലകം ഉണ്ടായിരുന്നില്ലെങ്കിൽ പലരും അത് നിഷേധിക്കും. ഞാനിത് പറയാൻ വന്നതാണ്, പക്ഷേ ഒരു നിമിത്തം പോലെ അത് ഷാജിയും പറഞ്ഞു. അല്ലേ, ഷാജി അത് പറഞ്ഞല്ലോ. തിരൂരങ്ങാടി മുജാഹിദിന്റെ മലയാളത്തിലെ ഖുതുബ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ. ആ തങ്ങളാ തറക്കല്ലിട്ടത്. ഇന്നും PMSMA കോളേജിലെ പള്ളി അതാണ്. ആ പള്ളിയുടെ ശിലാഫലകം ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നിൽക്കുക. ഞാൻ പറഞ്ഞത് അവരൊക്കെ വിവിധങ്ങളായ ആശയങ്ങളിൽ നിന്നപ്പോഴും മനുഷ്യരായ ഒരു പരസ്പരം ഉൾക്കൊണ്ടു എന്നതാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് ഒരേ കാറിൽ രണ്ടാൾ യാത്ര ചെയ്യും. ഒന്ന് MK ഹജി, ഒന്ന് സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ. MK ഹജി മുജാഹിദിന്റെ കേരളത്തിലെ ഒരു ശില്പി. അദ്ദേഹത്തിനെ വീട്ടിൽ ഇറക്കിയിട്ട് പട്ടിക്കാട് കോളേജിലേക്ക് പോകും ബാഫഖ് തങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വലിയ ആളുകൾ. ഒരാള് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അവർ ആ മഹാൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തയുടെയും മഹാനായ നേതാവാണ്. ഒരാൾ KM മൗലവി. കേരളത്തിലെ മുജാഹിദിന്റെ ജീനിയസ് എന്ന് പറയാവുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KM മൗലവിയാണ്. രണ്ടാൾ കോഴിക്കോട്ട് വന്നാലും തങ്ങളെ വരെ പാർക്കും. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട്ട് വന്നാൽ തങ്ങളുടെ മാളികയിലാണ് താമസിക്കുക. KM മൗലവി, മുജാഹിദിന്റെ ശില്പിയായ KM മൗലവി കോഴിക്കോട് വന്നാലും തങ്ങളുടെ മാളിക തന്നെ താമസിക്കുക. രണ്ടാളും. ഇത് ചരിത്രത്തിലെ കൗതുകകരമായ, ഇന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാൻ മാത്രമുള്ള വിധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിശാലമായ ഒരു മനസ്സ് നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉദാഹരണമാണ്. ഇതിന്റെ അർത്ഥം ആരും ആരുടെ ആശയവും വലിച്ചെറിയണമെന്നല്ല. മനുഷ്യരെ മനുഷ്യരായി കാണുന്നതിലും മുസ്ലിമീങ്ങളായി കാണുന്നതിലുമൊക്കെ അവർക്ക് ചില പ്രത്യേകമായ രീതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്റെയോ നിങ്ങളെയോ താല്പര്യമല്ല ഇവിടെ ചെയ്യിക്കേണ്ടത്. ഒരു മഹാനിലൂടെ ലോകത്തിന് കിട്ടിയ സത്യസന്ധമായ വിവരണമാണ് ഇത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ഇക്കൊല്ലം തന്നെ എന്നോട് ചോദിക്കണം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇതിലെ പല സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നെ വിസ്തരിച്ചാൽ എനിക്ക് സാക്ഷി തരാൻ കഴിയില്ല. ഇതിനൊക്കെ സാക്ഷി ഇന്നുണ്ട്. ബാഫഖ് തങ്ങൾ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ സ്വന്തം വീട്ടിൽ അതിഥിയായി സ്വീകരിച്ചത് കണ്ട സാക്ഷികൾ ഇന്നുണ്ട്. ബാഫഖ് തങ്ങൾ മുജാഹിദ് വിഭാഗത്തിന്റെ കേരളത്തിലെ ശില്പിയായ KM മൗലവിയെ വീട്ടിൽ അനവധി തവണ അതിഥിയാക്കിയിരുന്നതിന് സാക്ഷിയായ ആളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിന് കഴിയൂല. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഗത്ഭ നേതാവ് NB അബ്ദുസ്സലാം മൗലവി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇതൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വിശാലമായ മനസ്സാണ്. അതാണല്ലോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെയും ഒരു രീതി ഇങ്ങനെ തന്നെയായിരുന്നു. പൂക്കോയത്തങ്ങൾ മൗമൂമായി, KM മൗലവി ഇമാമായി നിസ്കരിച്ചു. എന്നിട്ട് കേരളത്തിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജീനിയസ് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ നേതാവ് KM മൗലവിയാണ്. ചരിത്രത്തിലെ അനർഘമായ സാക്ഷ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചുരുങ്ങിയിട്ട് നമ്മളൊരു കല്യാണത്തിന് വിളിക്കണമെങ്കിൽ പോലും ഇന്ന് ആളെ എണ്ണു. മിക്കവാറും 3-4 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളും കുട്ടികളും തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. 2-3 കൊല്ലം ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ കുട്ടികളെ നമ്മളെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെയാണ് മുണുങ്ങുന്ന അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവുക. അവിടത്തേക്ക് നമ്മൾ ചെറുതായി ഇത്